ചരിത്രം ഉജ്ജ്വലശോഭയോടെ ഉറഞ്ഞുകൂടിയ മണ്ണാണ് വൈക്കം. ബഷീർ വൈക്കം ഇംഗ്ലീഷ് സ്കൂളിൽ 5th ഫോമിൽ പഠിക്കുമ്പോഴാണ് മലയാളിയെ മനുഷ്യനായി വഴി നടത്തിയ വൈക്കം സത്യാഗ്രഹം. 925 ഗാന്ധിജി വൈക്കത്തെത്തിയതോടെയാണ് സത്യാഗ്രഹം രാജ്യത്തെ ആകെ പിടിച്ചുകുലുക്കിയത്. ബഷീറിന്റെ ജീവിതത്തിലെയും ആദ്യത്തെ മഹാസംഭവം അരങ്ങേറുന്നത് അന്നാണ്. ഓർമ്മക്കുറിപ്പ് എന്ന സമാഹാരത്തിലെ അമ്മ എന്ന കഥയിൽ ബഷീർ അത് വിവരിക്കുന്നത് ഇങ്ങനെയാണ്. വൈക്കം ബോട്ട് ജെട്ടിയിലും കായലോരത്തും വലിയ തിരക്ക്, എങ്ങും ബഹളം. മറ്റ് വിദ്യാർത്ഥികൾ ഒന്നിച്ച് ഞാനും തിക്കിത്തിരക്കി ജനക്കൂട്ടത്തിന്റെ മുന്നിലെത്തി. ബോട്ടിൽ ഗാന്ധിജിയെ ദൂരെ വെച്ചേ കണ്ടു. അർദ്ധനഗ്നനായ ആ ഫക്കീർ 2 പല്ലുപോയ മോണ കാണിച്ച് ചിരിച്ച് തൊഴുകയോടെ കരയ്ക്കിറങ്ങി. വല്ലാത്ത ആരവം. തുറന്ന കാറിൽ അദ്ദേഹം മെല്ലെ കയറിയിരുന്നു. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിനിടയിലൂടെ കാർ സത്യാഗ്രഹ ആശ്രമത്തിലേക്ക് പതുക്കെ നീങ്ങി. വിദ്യാർത്ഥികളിൽ പലരും കാറിന്റെ സൈഡിൽ തൂങ്ങി നിന്നു. അക്കൂട്ടത്തിൽ ഞാനും. ലക്ഷോപലക്ഷം ജനങ്ങളുടെ നടുക്ക് ആരെങ്കിലും കണ്ടാലോ എനിക്ക് ഭയവും പരിഭ്രമവും ഉണ്ടായി. എല്ലാം മറന്ന് ഞാൻ ഗാന്ധിജിയുടെ വലതു തോളിൽ പതുക്കെ ഒന്ന് തൊട്ടു. ഗാന്ധിജി എന്നെ നോക്കി മന്ദഹസിച്ചു. അന്ന് സന്ധ്യയ്ക്ക് വീട്ടിൽ ചെന്ന് ഉമ്മയോട് അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു, ഉമ്മ, ഞാൻ ഗാന്ധിയെ തൊട്ടു. തൻ്റെ മകൻ ഏതു ഭയങ്കര ജീവിയെയാണ് തൊട്ടത് എന്ന മട്ടിൽ അന്തം വിട്ടു നിൽക്കുകയായിരുന്നു കഥയിലെ ആ ഉമ്മ. കുറെ കഴിഞ്ഞ് ഈ ഗാന്ധി പട്ടിണി തീർക്കുമോ എന്ന് ഉമ്മ ചോദിച്ചു. സ്വാതന്ത്ര്യം ലഭിച്ചാൽ പട്ടിണി മാറുമെന്നായിരുന്നു കുഞ്ഞു ബഷീറിന്റെ മറുപടി. വൈക്കം സത്യാഗ്രഹത്തിൽ വെച്ച് ഗാന്ധിയെ തൊട്ട ആവേശത്തിലാണ് ബഷീർ പിന്നീട് വീട്ടിൽ നിന്ന് ഒളിച്ചോടിയത്. വൈക്കത്ത് നിന്ന് എറണാകുളത്തേക്കും അവിടെ നിന്ന് കോഴിക്കോട്ടേക്കും വണ്ടി കയറി. കോഴിക്കോട്ട് ഉപ്പ് സത്യാഗ്രഹത്തിലേക്ക് എടുത്തു ചാടിയ ധർമ്മഭടനായി. പോലീസ് മർദ്ദനവും ജയിൽ ശിക്ഷയും അനുഭവിച്ചു. മദിരാശി, കണ്ണൂർ, കോഴിക്കോട്, കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം ജയിലുകളിലെല്ലാം ബഷീർ രാഷ്ട്രീയ തടവുകാരനായി എത്തി. കണ്ണൂർ ജയിലിൽ ബഷീറിന്റെ സഹതടവുകാരനായിരുന്നു ഈ മൊയ്തു മാനോയി.